ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആയിരുന്നു, ഞാനും അമ്മയും കൂടി. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. നാട്ടിൽ വന്നിട്ട് കുറച്ച് കുട്ടി കുട്ടി ഷോർട്സ് എടുത്തു എന്നല്ലാതെ ലോങ് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു സമയവും സാഹചര്യവും കിട്ടിയില്ല. ആകെ മൊത്തത്തിലൊരു ഓട്ടമായതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ദിവസം പോയത് ഷടപടാന്നാണ്. അങ്ങനെ ഇന്നിപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോവുകയാണ്. പക്ഷെ ഇന്ന് പോകുമ്പോഴുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി. പോകുന്നത് എല്ലാവരും കൂടിയിട്ടാണെങ്കിലും നമുക്ക് ആ വീട് വിട്ട് പോകുമ്പോൾ ഉള്ളൊരു വിഷമം അത് എത്രയാലും ഉണ്ടാവും എന്ന് എനിക്ക് ഇന്നാണ് കേട്ടോ മനസ്സിലായി. വീട്ടിനകത്തുള്ളവരെല്ലാം ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. എന്നാലും ആ വീട് കൂട്ടിയിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇനിയിപ്പോൾ എന്നാ ഇത്രയും ദിവസം നിൽക്കാൻ വരിക ഒന്നും അറിയില്ല, അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം. അപ്പോൾ നമ്മളിതാ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർക്കാണ് കേട്ടോ. അതിരാവിലെ ഒരു 3 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വന്ദേ ഭാരതിലാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോകാൻ പോകുന്നത്. ഞാനും അച്ഛനും അമ്മയും ഇതാദ്യമായിട്ടാണ് കേട്ടോ വന്ദേ ഭാരത് കയറാൻ പോകുന്നത്. ചേച്ചി പിന്നെ മുന്നേ പോയിട്ടുണ്ട്. 7:20 കേട്ടോ ഇവിടുന്ന് വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇത്തിരി നേരത്തെ 6 മണി ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയായിരുന്നു. ഇത് ഞങ്ങൾക്കൊരു പുതിയ കാര്യമല്ല, എവിടെ എത്തുകയാണെങ്കിലും ഞങ്ങൾ ഇത്തിരി അധികം നേരത്തെ അവിടെ എത്താറുണ്ട്. ഈ കാണുന്ന വന്ദേ ഭാരതിലാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നത്. 7:20, 7:30 ആ ഒരു ടൈമിലാണ് ഇത് കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഒരു 1:45 ഉച്ചയ്ക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമുക്ക് വന്ദേ ഭാരതിൽ നിന്ന് കിട്ടും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടെ സീറ്റിലൊക്കെ ഇരുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതെല്ലാം വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ സീറ്റിലാണെങ്കിലും ലെഗ് സ്പേസും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഉറങ്ങാനുള്ള പ്ലാനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. രാവിലെ 3 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ 7:25 ആയപ്പോഴേക്കും നമ്മുടെ വന്ദേ ഭാരത് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് തിരുപ്പൂരാണ് കേട്ടോ. ട്രെയിൻ സ്റ്റാർട്ടായപ്പോഴേക്കും നമുക്ക് മസാല ചായയുടെ ഒരു പാക്കറ്റും അതുപോലെ 2 ബിസ്ക്കറ്റും തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സീറ്റിൽ വന്ന് സെറ്റായപ്പോൾ തന്നെ നമുക്ക് ന്യൂസ് പേപ്പേഴ്സും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടും അവർ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാതെ ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഇത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആവേശത്തിൽ ഇന്ന് ചായ കുടിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ട്രെയിനിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കിട്ടിയ കുറച്ച് ഷാളും ജാക്കറ്റും ഒക്കെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബിസ്ക്കറ്റിൽ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് 2 ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ 3 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ ബിസ്ക്കറ്റും ചായയും കൂടി കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന അച്ഛനോട് വീഡിയോയിലൊരു ഹായ് പറയാൻ പറഞ്ഞതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിത് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മിക്കവാറും വന്ദേ ഭാരതിലെ ഒരു ഫുഡ് റിവ്യൂ ആയി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിൽ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ എല്ലാവർക്കും വെജ് ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്ത് തരുന്നത്. അതിലൊരു ചെറിയ കുറ്റബോധം എനിക്കില്ലാതില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വെജ് ആണല്ലോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വന്ദേ ഭാരതിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്മാവുണ്ട്, ഒരു വടയുണ്ട്, സാമ്പാറുണ്ട്, ഒരു ചട്നി ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ സൈഡിൽ തന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് പൊങ്കൽ കൂടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ ഇതവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരിതാ ഒരു വാനില കപ്പ് കേക്ക് കൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത് നല്ലതായിരുന്നു കേട്ടോ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കടന്നുറങ്ങിയിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണെങ്കിലും പാക്കിങ്ങും ഒക്കെ കാരണം വലിയ കഥയിൽ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ ആണെങ്കിലും നേരത്തെ എണീറ്റ് പോന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കടന്നു. ഈ വന്ദേ ഭാരതിന് ആകെ 7 സ്റ്റോപ്പാണ് കേട്ടുള്ളത്. കോയമ്പത്തൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുപ്പൂര്, പിന്നെ ഈറോഡ്, സേലം, ധർമ്മപുരി, ഹൊസൂര്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് ബാംഗ്ലൂർ കന്റോൺമെന്റ് സ്റ്റേഷൻ. അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ 4 പേരും കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബാംഗ്ലൂർക്ക് ഒരുമിച്ച് വരുന്നത്. ബാംഗ്ലൂർക്ക് എന്നല്ല, ഞങ്ങൾ 4 പേരും മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നത് തന്നെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ്. കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഉഷാറായിട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച് കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. വിശന്നിട്ടൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ, അതുകൊണ്ടിരുന്ന് കുറിക്കായിരുന്നു. ഇതിൻ്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് മസാല ചായ കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ കുടിക്കാൻ താല്പര്യം തോന്നാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങി കുടിച്ചതൊന്നുമില്ല. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 12 മണി ആവാറായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ എത്തി ഏകദേശം ഒരു 1:45 കഴിയുമ്പോഴേക്കുമാണ്. അപ്പോഴേക്കും നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇത്തിരി നേരത്തെ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെജ് തന്നെയാണ് കേട്ടോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കേടിൻ്റെ പാക്കറ്റ്, വെറ്റ് വൈപ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് ഉള്ളിലുള്ളത് എന്ന്.
പിന്നെ നമ്മളും അധികം വൈകിക്കാനൊന്നും നിന്നില്ല. എന്തായാലും സാധനം കൈ കിട്ടിയല്ലോ, എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് ആ പണി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് നമ്മളും ദേ കഴിക്കാൻ റെഡിയായി. ഓരോ പാക്കറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് വന്ദേ ഭാരതിൽ നിന്ന് കിട്ടിയ ലഞ്ച്. കുറച്ച് ലെമൺ റൈസ് ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിക്ക് പറ്റിയൊരു കറി ഉണ്ട്, പിന്നെ ഒരു ദാല് ഉണ്ട്, പിന്നെ ഒരു വെജിറ്റബിൾ ഫ്രൈ ഉണ്ട്, കേട്. കുഴപ്പമില്ലാത്ത ലഞ്ചായിരുന്നു കേട്ടോ. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് അവർ ഐസ്ക്രീമും കൊണ്ടു തന്നിട്ടുണ്ട്. അമൂലിൻ്റെ മിൽക്ക് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞാനിതാ എൻ്റെ ഐസ്ക്രീം കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഐസ്ക്രീം കഴിച്ച് തീർത്തപ്പോഴേക്കും ചേച്ചി പറഞ്ഞു അവൾക്ക് വേണ്ട, അവൾക്ക് ഓൾറെഡി തണുത്തുകൊണ്ടിരിക്കുകയാണ്, കഴിക്കുന്നില്ലയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ തൊട്ടപ്പുറത്ത് അച്ഛനും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ എത്താൻ. ഇവിടെ വന്ദേ ഭാരതിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര സമയമുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ എത്തുമെന്നാണ് കാണിക്കണേ. പിന്നെ ബാംഗ്ലൂരിൻ്റേതായിട്ടുള്ള ഒരു വലിയ വലിയ ബിൽഡിങ്ങുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം ദൂരമൊന്നും ഇല്ല എത്താൻ. നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ക്യാബ് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി ക്യാബ് കിട്ടി അപ്പാർട്ട്മെൻറ്റിൽ എത്താനാവും ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ സ്റ്റേഷനിലെത്തി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അധികം വൈകാതെ തന്നെ ക്യാബും കിട്ടിയിട്ടോ. അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സാധാരണ ഇവിടെ വന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ക്യാബ് കിട്ടാറുള്ളത്. ആ കാര്യത്തിൽ ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഈ ഒരു 2 മണി സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാഫിക്കും ഒരുപാട് ബ്ലോക്കൊന്നും വഴിയിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 45 മിനിറ്റിലൊക്കെ എത്തേണ്ടതാണ് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ആ ഒരു വന്ദേ ഭാരത് ജേണി ഉണ്ടായത്. നമ്മളിതാ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും എത്തും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ തന്നെയായിരുന്നു. ഒരു 7-8 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ നമ്മളെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായത്. ഇനി ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. വീട്ടിൽ പോയിട്ട് ഫുൾ അൺപാക്കിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.